ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചാവക്കാടുള്ള മറൈൻ വേൾഡിലേക്കാണ്. പറഞ്ഞു കേട്ടത് വലിയ സംഭവമാണെന്നാണ്. പോയി നോക്കിയപ്പോൾ എനിക്ക് അത്ര വലിയ സംഭവം തോന്നിയില്ല കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ 2 ജ്യൂസ് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾക്ക് 400 രൂപയാണ് അവർ ഈ മീനുകളെ കാണാൻ വേണ്ടി മാത്രം ഫീസ് വാങ്ങിക്കുന്നത്. അത് കുറച്ച് കൂടുതലാണ് തോന്നിയിട്ടാണ്. മീനുകൾ ഒരുപാട് ഐറ്റം ഉണ്ട്. പല പല മോഡലിൽ അക്വേറിയങ്ങൾ പണിതിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി മീനുകളാണ്. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് അവർ പറയും അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സിലൊന്നും ടച്ച് ചെയ്യരുത്, ഫ്ലാഷ് അടിക്കരുത് എന്നൊക്കെ. അങ്ങനെ മീനുകളൊക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ താഴെ മീനുകളുണ്ട്. പിന്നെ കുറേ ഗുഹകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഓരോ സെക്ഷൻ കഴിഞ്ഞാൽ ഇവർ ഓരോ ഗുഹയെ കൂടെ അടുത്ത സെക്ഷനിലേക്ക് വിടും. ഈ മീനുകൾ വന്നിട്ട് കാലിൽ കൊത്തുന്നത് ഒരു പ്രത്യേക സുഖമാട്ടാ. ഇക്കിളിയാവും നമുക്ക്. അപ്പോൾ നമ്മൾ കണ്ണകീനെ ഒന്ന് മുക്കിയെടുത്തു. പിന്നെ വീണ്ടും ഈ മീനുകൾ തന്നെ നല്ല ഭംഗിയുള്ള മീനുകൾ, ചെറിയ ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്. ഒരു മത്സ്യകന്യക, സ്രാവിൻ്റെ വായിലൂടെയുള്ള വരവ്, പിന്നെ അത് സിംഹത്തിൻ്റെ പോലെ ഒരു മീൻ. അങ്ങനെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ പോണത് ഒരു കാടിനുള്ളിലേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെറ്റിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സ്റ്റാഫുകളും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും ഫീസ് വാങ്ങിക്കണത്. എന്തായാലും ഒരു തവണ കാണാനുള്ള സംഭവം ഉണ്ട്. കാരണം ഇത്രയധികം വെറൈറ്റി മീനുകളെയും നമുക്ക് വേറെ എവിടെയും ചെന്നാൽ കാണാൻ പറ്റില്ല. പക്ഷെ ഒരു തവണ പോയവർ പിന്നെ അടുത്ത തവണ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് തോന്നുന്നു. എല്ലാ അക്വേറിയങ്ങളും വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഒരു ഡോൾഫിനെ കണ്ടു, കുറച്ച് മീനുകൾക്ക് തീറ്റ കൊടുത്തു, നിർത്തിയിട്ടിരിക്കുന്നൊരു തീവണ്ടി കണ്ടു. അതിലവസാനിക്കണം ഈ 400 രൂപയുടെ പാക്കേജ്. അത് കഴിഞ്ഞ് ഈ പക്ഷി മൃഗാദികളെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ അടുത്ത ടിക്കറ്റ് വേറെ എടുക്കണം. അതിലേറ്റവും രസമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കിളികൾ നമ്മുടെ കയ്യിലേക്ക് വന്ന് തിന്നണത്. പിന്നെ ഒരു മലമ്പാമ്പിൻ്റെ കുട്ടിയുണ്ട്. ഞാനതിനെ കയ്യിൽ തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരാളില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വിട്ടു. അവിടെ നിന്ന് നമ്മൾ പോണത് അരാപ്പയ്മയ്ക്ക് തീറ്റ കൊടുക്കാനാട്ടാ. അവിടെ തല ബെൻഡായ ഒരു അരാപ്പയ്മേനെ ഞാൻ കണ്ടു. തലയ്ക്ക് വളവുണ്ടെങ്കിൽ ആൾക്ക് തിന്നാൻ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഞാനും കൊടുത്തു ഒരു കഷ്ണം മീൻ. വലിയ സംഭവം നിലയിൽ ഒരു തവണ കാണാനുള്ളതുണ്ട്.